ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് പോകുന്നതെന്ന് പ്രത്യേക പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. സൺഡേ ആണ്. അപ്പോൾ നമുക്കൊരു മാരേജ് ഉണ്ടായിരുന്നു ഫാമിലിയിൽ. പാപ്പായും ഉമ്മയൊക്കെ കല്യാണത്തിന് പോയി. അപ്പോൾ നമ്മൾ ബ്രദറും വൈഫൊക്കെ വിചാരിച്ചു എന്നാൽ എവിടെയെങ്കിലും പോകാം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇല്ലിക്കൽ കല്ല് സെലക്ട് ചെയ്തു. അപ്പോൾ പോണ വഴിക്കുള്ള പ്രകൃതി രമണീയതയാണ് നമ്മൾ ഫോണിൽ പകർത്തിയിട്ടുള്ളത്. അടിപൊളി പ്ലേസാണ്. പോകുമ്പോൾ തന്നെ ഫുള്ള് മരങ്ങളും കാര്യങ്ങളുമാണ്. നമ്മൾ ഓപ്പോസിറ്റ് എറണാകുളം വശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫുള്ള് ബിൽഡിങ്ങും ഫ്ലാറ്റുകൾ, ജനത്തിരക്ക് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ. ഇവിടെ നേരെ തിരിച്ചാണ്. നല്ല മരങ്ങളും അതുപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളി വൈബാണ്. വണ്ടിയിൽ പോകുമ്പോൾ തന്നെ നമുക്ക് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് അപ്പോൾ ഒരു തൊടുപുഴ അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം തപ്പിയെടുക്കുകയാണ്. ഒരുപാട് ഹോട്ടൽസും കാര്യങ്ങളും കണ്ടു. പിന്നെ സമയമാകാത്തതുകൊണ്ട് ഉച്ചയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നൊന്നും കഴിച്ചില്ല. പിന്നെ നോക്കിയപ്പോൾ ഹോട്ടലൊക്കെ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ ആ പ്ലേസ് എത്തുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് അവിടെ എന്തെങ്കിലും ഹോട്ടൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഹോട്ടൽ തപ്പിയെടുക്കുകയാണ്. അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് അടിപൊളി ഒരു ഹോട്ടൽ കിട്ടി. നമ്മൾ ആദ്യം വിചാരിച്ചു എങ്ങനെ ഉണ്ടാവും ഭക്ഷണം എന്നൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളായിരുന്നു. കാരണം വെച്ചാൽ ഇവിടുത്തെ ഏരിയയിൽ അങ്ങനെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊരു തട്ടുകടയാണ്. അപ്പോൾ നമ്മൾ ആമീസ് തട്ടുകട എന്നാണ് പേര്. നമ്മളുണ്ട് ചെന്ന് കയറിയപ്പോൾ ചോദിച്ചു ഭക്ഷണമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് നോർമൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഊണ് മതി എന്ന് പറഞ്ഞു. എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഊണാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഊണ് കഴിച്ച് തുടങ്ങിയപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ആദ്യം ചോറ് വന്നൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ കറികൾ വന്ന. കാരണം വെച്ചാൽ ടൈം ആയിട്ടുണ്ടായിരുന്നില്ല, ഊണ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ കറികൾ വന്ന് അത്യാവശ്യം കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊരു ഫാമിലിയാണ് കേട്ടോ. ഒരു ഹസ്ബൻഡ്, വൈഫ്, ഒരു കുട്ടിയുണ്ട്. കുട്ടി താത്തുമായിട്ട് ഭയങ്കര കമ്പനിയായിട്ടോ. അപ്പോൾ ഇതിൽ ഒലത്തും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അച്ചാറുണ്ടായിരുന്നു, പിന്നെ മീൻ പൊരിച്ച് നമ്മൾ എക്സ്ട്രാ കൂട്ടിയതാണ്. പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു. അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവർ കൃഷി ചെയ്ത് അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത വെജിറ്റബിൾസ് ആണെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ അത്രയ്ക്കും ഫ്രഷും ആയിരുന്നു, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരുന്നു. അങ്ങനെ 4 ചോറ് മേടിച്ചു. താത്തൂനും ലേസും കാര്യങ്ങളും തിന്നുകൊണ്ട് അവൾക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫുഡ് വന്നതാണ് കേട്ടോ കാണുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ടൈം എടുത്തിട്ടാണ് കറികൾ വന്നത്. അപ്പം അവരുടെ കറികൾ ഉണ്ടാക്കുന്നത് അവരുടെ ഒരു റൂമിൽ തന്നെയാണ്. വീടല്ല, പക്ഷേ വീട് പോലെ തന്നെയാണ് അവർ പണിതിട്ടേക്കുന്നത്. തൊട്ട് കുറച്ച് നീങ്ങിയിട്ടാണ് അവരുടെ വീടുള്ളത്. നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവരായിട്ട് നല്ല കമ്പനിയായി. ഇതാണ് അവർ പാചകമുറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് അവർ നൈറ്റ് വരെ ഇവിടെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് അവർ വീട്ടിലേക്ക് പോകുള്ളൂ. അങ്ങനെ താത്തു വെജിറ്റബിൾ ബിരിയാണി കഴിക്കുകയാണ്. കറികളായിട്ട് സാമ്പാറുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു തേങ്ങ അരച്ച കറി ഉണ്ടായിരുന്നു. സാമ്പാർ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചു അയ്യോ ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ ഒരു മൈൻഡായിരുന്നു. പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു. കാണാൻ കൊള്ളാവുന്നത് തിന്നാൻ കൊള്ളില്ല, കാണാൻ കൊള്ളാത്തത് തിന്നാൻ കൊള്ളാം എന്നൊക്കെ പറയും പോലെ അത്രയ്ക്കും ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ടൈം അവിടെ ഇരുന്നു. പിന്നെ അവിടെ നിന്ന് ഈ കേക്കിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, നമ്മൾ കഴിക്കലുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. വീട്ടിൽ പാക്കറ്റായിട്ടൊക്കെ മേടിക്കലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതേ സ്ഥലത്തെത്തി. അടിപൊളി കോടയായിരുന്നു, ഒരു രക്ഷയില്ല, പറഞ്ഞ് വിശ്വസിക്കില്ല, അത്രയ്ക്കും കോടയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജീപ്പിൽ കയറിയിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പേരൊക്കെ നടന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ജീപ്പിൽ കയറി കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നടക്കൽ ഭയങ്കര റിസ്ക് ആയിരിക്കും. അങ്ങനെ നമ്മൾ മല ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോഴേക്കും ഭയങ്കര കോടയാണ്. ഞാൻ എൻ്റെ പൊന്നു എന്നൊക്കെ പറയണേ കേട്ടോ, അത്രയ്ക്കും കോടയാണ്. പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ജീപ്പ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടോ ബാക്ക് സൈഡിൽ കോട വന്നിട്ട് ആ ഏരിയ തന്നെ നമുക്ക് മൂടി കളഞ്ഞേക്കാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മളിതേ ജീപ്പിൽ ഇരുന്നിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ അതേ കുട്ടികൾ കയ്യിലുള്ളതുകൊണ്ടാണ് നമ്മൾ നടന്നു വരാത്തതെന്ന് പറഞ്ഞില്ല. 3 പേരുണ്ട്. അപ്പോൾ 3 പേരെയും പിടിച്ചിട്ട് കയറാൻ പറ്റില്ല. പിന്നെ ഉമ്മാക്കാണെങ്കിൽ എടുക്കാനും പറ്റില്ല വലിക്ക്. അങ്ങനെ നമ്മൾ അവിടെ എത്തി ജീപ്പിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളും എടുത്താണ്. ദിവസം വരയ്ക്കുന്നുണ്ടോ, അത്രക്കും തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കുറേ നേരം എടുത്തിട്ട് പറ്റാണ്ട് ഞാൻ ഷോളിങ്ങനെ വരിഞ്ഞ് മുറുക്കി കെട്ടിയേക്കായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഹസാനെ തോളത്തേക്ക് വെച്ചു. പിന്നെ എന്തെങ്കിലും എത്തുമ്പോൾ അടിപൊളി വൈബാണ് കേട്ടോ. അവിടെ ചെയറും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കോടയും കൂടി ആകുമ്പോൾ അടിപൊളി രസമാണ് കേട്ടോ. കാരണം ഇതിന് നേരത്തെ മുമ്പ് ബ്രദറും വൈഫും വന്നപ്പോൾ ഇങ്ങനെ കോടയും കാര്യങ്ങളൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. അപ്പം അന്ന് വന്നപ്പോൾ ഒരു പ്രതീക്ഷയില്ലാണ്ട് വന്നപ്പോഴാണ് അടിപൊളി കാര്യങ്ങളായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങി നമ്മൾ ജീപ്പിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമായിരുന്നു കേട്ടോ.
പിന്നെ അതേ കണ്ടോ സ്റ്റാർട്ടിങ്ങിലുള്ള മലയും കാര്യങ്ങളും എടുത്താണ്. പിന്നെ ഇതൊക്കെ നമ്മൾ വീഡിയോ വെറുതെ ജസ്റ്റ് സ്റ്റാറ്റസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് വീഡിയോസാണ്. പിന്നെ അത് അവൾ കുറച്ച് വീഡിയോസ് എടുത്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്നാണ് ഇറങ്ങണത്. ഇത് നമ്മൾ എൻഡിങ്ങിലെത്തണ സ്ഥലമാണ്. അവിടെ ജീപ്പ് വരില്ല. നമ്മുടെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്